നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കുറച്ചധികം ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഷിയാസ് കരീമിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതികൾ. ഷിയാസ് കരീമിനെതിരെ ഒരു യുവതി നൽകിയിട്ടുള്ള ലൈംഗികാരോപണ പരാതി അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം ഇയാൾ തന്നോട് പണം ആവശ്യപ്പെട്ടതായിട്ടുള്ള സോഷ്യൽ മീഡിയയിലൂടെ പണം ആവശ്യപ്പെട്ടതായിട്ടുള്ള നിരവധി തെളിവുകളടക്കം പല മീഡിയകളിലൂടെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. കുരുക്കുമുറുകുകയാണ് ഷിയാസിന് എന്ന തരത്തിലാണ് വിഷയങ്ങളുടെ ഒരു വിലയിരുത്തൽ വരുന്നത്. ഇത്തരം വിലയിരുത്തലുകൾ വരുമ്പോൾ കൂടെ നിന്നിട്ടുള്ള നിരവധി സെലിബ്രിറ്റികൾ, വലിയൊരു വിഭാഗം ആളുകൾ സൈലന്റ് ആയിട്ട് പിന്തിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. മറുവശത്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെറിയൊരു വിഭാഗം ആളുകൾ ഷിയാസിനൊപ്പം നിൽക്കുന്നു. അത്തരത്തിൽ ഷിയാസിനെ കൂടെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ രേണുസുതി. നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം സംസാര വിഷയമാകുന്ന, അല്ലെങ്കിൽ ഒന്ന് അനങ്ങിയാൽ പോലും വാർത്തയാകുന്ന ഒരാൾ എന്ന് പറയുന്നത് രേണുസുതിയാണ്. കൊല്ലം സുധിയുടെ ഭാര്യയായ രേണുസുതി ഷിയാസിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ ഇത്തരം വലിയ ആക്രമണങ്ങൾക്കൊക്കെ ചുട്ട മറുപടിയുമായിട്ട് ഇന്നിപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഷിയാസിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതി, സാമ്പത്തിക തട്ടിപ്പ്, ഇതിനെക്കുറിച്ചൊക്കെയാണ് രേണുസുതി ഇപ്പോൾ പ്രതികരിക്കുന്നത്. തനിക്ക് ഷിയാസ് അനിയൻ കുട്ടനാണെന്നും ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെല്ലാം പെർഫെക്റ്റ് ആണല്ലോ എന്നുള്ള പരിഹാസത്തോടെയാണ് രേണുവിന്റെ പ്രതികരണം. സത്യം എന്താണെന്ന് പുറത്തു വരട്ടെ എന്നാണ് രേണു ഇതിനെക്കുറിച്ച് പറയുന്നത്. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ 2-3 പ്രാവശ്യമാണ് കണ്ടിട്ടുള്ളത്. അനിയൻ കുട്ടനാണെന്നാണ് ഷിയാസിനെ കുറിച്ച് സുധിച്ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്നെക്കാളും 2-3 വയസ്സിന് മൂത്തതാണ് എങ്കിലും ഷിയാസ് എനിക്ക് അനിയൻ കുട്ടൻ തന്നെ. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരെല്ലാം പെർഫെക്റ്റ് ആണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നെ തന്നെ കണ്ടില്ലേ? അവർ പിന്നെ പെർഫെക്റ്റ് ആയതുകൊണ്ടാണല്ലോ ആർക്ക് നേരെയും കൈ ചൂണ്ടുന്നത് എന്നുള്ള ഒരു പരിഹാസമാണ് രേണുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും സത്യം എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത പുറത്തു വരട്ടെ എന്നും രേണുസുതി പറഞ്ഞു വെക്കുന്നു. പുതിയ സിനിമയുടെ പൂജയിൽ പങ്കെടുക്കാനെത്തിയ സമയത്താണ് ഓൺലൈൻ മാധ്യമങ്ങളുടെ ഷിയാസിനെ കുറിച്ചുള്ള ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകിയിരിക്കുന്നത്. കൊച്ചിയിൽ താമസിക്കുന്ന സ്ത്രീയാണ് ഷിയാസ് കരീമിനെതിരെ പരാതി നൽകിയതെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ഷിയാസിനെ സോഷ്യൽ മീഡിയയിലൂടെയാണ് പരിചയപ്പെട്ടതെന്നും 2024 മുതൽ തങ്ങൾ ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നു എന്നായിരുന്നു ഈ സ്ത്രീ പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ പലപ്പോഴായി 10 ലക്ഷം രൂപ ഷിയാസ് തന്റെ പക്കൽ നിന്നും വാങ്ങിച്ചു എന്നും അങ്ങനെ ഏകദേശം 49 ലക്ഷത്തോളം രൂപ ഷിയാസ് കരീം തന്നിൽ നിന്ന് തട്ടിയെടുത്തതായിട്ടാണ് യുവതിയുടെ പരാതി. അതേസമയം ഇത് വ്യാജ പരാതിയാണെന്ന് കാണിച്ച് ഷിയാസ് കരീം പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു. താൻ മുൻപ് കേസ് കൊടുത്ത ഒരു സ്ത്രീയാണ് ഈ പരാതിക്കാരി എന്നാണ് ഷിയാസിന്റെ വാദം. ഇതിനിടെ ഷിയാസിന് പൂർണ്ണ പിന്തുണയുമായിട്ട് ഷിയാസിന്റെ ഭാര്യ ദർഫ രംഗത്തെത്തി. ഷിയാസിനെതിരെയുള്ള ഈ ആരോപണങ്ങൾക്ക് ചുട്ട മറുപടിയായിട്ടാണ് ദർഫ രംഗത്തെത്തിയിരുന്നത്. 60 വയസ്സുള്ള ഒരു സ്ത്രീയാണ് എന്ന തരത്തിലായിരുന്നു വാർത്തകൾ പുറത്തു വന്നത്. ഇതിനൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദർഫ ഇതിന് മറുപടി ഇൻസ്റ്റഗ്രാമിലൂടെ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആരോപണം ഉന്നയിച്ച സ്ത്രീക്കൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഷിയാസിന്റെ ഭാര്യയായ ദർഫ ഇൻസ്റ്റഗ്രാമിൽ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെയുള്ള ഈ പ്രായമായ സ്ത്രീക്ക് ഇങ്ങനെയൊരു മുഖമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. ഭർത്താവ് ഇട്ടിട്ട് പോയി, കാമുകന്റെ കൂടെ മക്കളും പോയി, ഉമ്മ വീട്ടിൽ കയറ്റില്ല, എനിക്ക് ആരുമില്ല. ഷിയാസ് എനിക്ക് മൂത്ത മകനെ പോലെയാണ്. നിബാസ് 2ാമത്തെ മകനാണ്. ദർഫയ്ക്ക് എൻ്റെ മകളുടെ പ്രായമാണ്, മോളാണ് പോലും. ഉളുപ്പുണ്ടോ തള്ളേ എന്നായിരുന്നു ദർഫ ചോദിച്ചത്. സ്വന്തം കഴിവ് കൊണ്ട് വേണം ഫേമസ് ആകാൻ, അല്ലാതെ മറ്റൊരാളുടെ പെരടിയിൽ തൂങ്ങിയാകരുത്. ഷുഗറും പ്രഷറുമെല്ലാം നിങ്ങൾക്ക് പ്രഷറുമല്ലാതെ നിങ്ങൾക്ക് വേറെ ആരുമില്ലല്ലോ. എന്തായാലും നന്നായിട്ടുണ്ട്. ഞാൻ തന്ന പണവും സ്വർണവും നിനക്ക് തന്നെ ഓസ്കാർ ആയിട്ട് വച്ചോ. പാപം കല്യാണം കഴിഞ്ഞത് അറിഞ്ഞില്ല. പീഡനം ആസ്വദിച്ച് നമ്മുടെ കൂടെ എല്ലായിടത്തും വന്നു നടന്ന ഇവർക്ക് ഇപ്പോൾ പാവം കല്യാണം കഴിഞ്ഞതുപോലും അറിഞ്ഞില്ലെന്ന് പറയുന്നത് വിരോധാഭാസമാണ്. ഇതായിരുന്നു ദർഫ തന്റെ സ്റ്റോറിയിലൂടെ പറഞ്ഞത്. ഷിയാസ് പങ്കുവെച്ച വിശദീകരണ വീഡിയോയ്ക്ക് താഴെയും പേടിക്കേണ്ട വേമ്പി, നമ്മുടെ കയ്യിൽ എല്ലാത്തിനും തെളിവുണ്ട്, നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള പിന്തുണയുമായിട്ടും ദർഫ വന്നിട്ടുണ്ട്. ശബ്ദരേഖകൾ വിവിധയിടങ്ങളിൽ നിന്നും എടുത്തുകൂട്ടി യോജിപ്പിച്ചതാണ് എന്നും അധികം വൈകാതെ സത്യം പുറത്തു വരുമെന്നുമാണ് ദർഫയുടെ പ്രതികരണം. തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് ഷിയാസ് കരീം പ്രതികരിക്കുന്നത്. പരാതിക്കാരി തന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ളയാൾ
ആളായിരുന്നു. ഉമ്മയുടെയും സഹോദരിയുടെയും പക്കൽ നിന്നും അവർ വാങ്ങിയ പണവും സ്വർണവും തിരികെ ചോദിച്ചതാണ് വൈരാഗ്യത്തിന് കാരണം. 60 വയസ്സുള്ള ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കേണ്ട സാഹചര്യം തനിക്കില്ല എന്നും ഷിയാസ് പറയുന്നു. എന്നാൽ ഇതിനു പിന്നാലെ ഷിയാസും യുവതിയും തമ്മിലുള്ള ശബ്ദ സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാകുന്നുണ്ട് എന്നത് ശ്രദ്ധേയം. യുവതിയുടെ പരാതി ശരിവയ്ക്കുന്ന രീതിയിലാണ് ശബ്ദ സന്ദേശത്തിൽ ഷിയാസ് ഓരോ കാര്യങ്ങളും പറയുന്നത്. 2024 ഷിയാസും ദർഫയും തമ്മിൽ വിവാഹിതരാകുന്നത്. ഇവർക്കൊരു കുഞ്ഞ് ജനിച്ച് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ഒരു ആരോപണ പരാതി കൂടെ പുറത്തു വരുന്നത് എന്നതും ശ്രദ്ധേയം. എന്തായാലും ഷിയാസിനെ കൂടെ നിർത്തിക്കൊണ്ട് ഷിയാസിനെ പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ രേണു സുധി കൂടെ രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.